ഈ ഒരു കൊലയ്ക്ക് 50 രൂപ കേട്ടോ. ഈ ഒരു ഏത്തക്കൊല 50 രൂപയ്ക്ക് ഒരു കൊല. ഏകദേശം ഒരു 10 കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഈ കൊല വെയിറ്റ് വരും. ഹലോ, ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് വടശ്ശേരിയിലാണ്. വടശ്ശേരിയിലെ ഒരു കൊല മാർക്കറ്റിലാണുള്ളത്. അപ്പോൾ ഈ കൊല മാർക്കറ്റിൽ നിന്നാണ് കേരളത്തിലേക്ക് അടക്കം കൊല വ്യാപാര രംഗത്തേക്കുള്ള കൊലകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഈ കൊല മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാ ഐറ്റം കൊലകളും വരും കേട്ടോ. അപ്പോൾ ഏത്തനുണ്ട്, അതുപോലെ അവിടെ പാളയംതോടൻ, നമ്മളവിടെ പറയുന്ന പാളയംതോടൻ കൊലയുണ്ട്. പിന്നെ അതുപോലെ രസകദളി, നാണിപ്പൂൻ, എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ വരുന്ന ലേലം പ്രധാനമായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അട്ടി ഉണ്ടല്ലോ, ഈ അട്ടിക്ക് ഇതിൽ ഒരു കൊലയ്ക്കായിരിക്കും വില പറയുന്നത്. ഈ ഒരു കൊലയ്ക്ക് വില പറഞ്ഞിട്ട് എത്ര ഒരു 10 കൊല ഉണ്ടെങ്കിൽ ആ 10 കൊലയും ആ ലേലം വിളിക്കുന്ന ആൾ എടുക്കും. ഇവിടെ ലേലം നടക്കുന്നുണ്ട്, നമുക്ക് നോക്കാം ലേലം എത്രയാണ് വില പോകുന്നതെന്നുള്ളത്. ലേലം തുടങ്ങി 3:30 മണിയായി ലേലം സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു കൊലയ്ക്ക് 50 രൂപ കേട്ടോ. ഈ ഒരു ഏത്തക്കൊല 50 രൂപയാണ്. ലാഭം തന്നെയാണ് കേട്ടോ, നല്ല ലാഭമാണ്. കേരളത്തിൽ ഈ വിലയ്ക്ക് കിട്ടൂല. ഏകദേശം എത്ര ഒരു 4 കിലോ എന്തായാലും ഉണ്ടാവും. 3 കിലോയ്ക്ക് മേലെ വരില്ല. 3 കിലോയ്ക്ക് മേലെ എന്തായാലും വരും. ഒരു കൊലയ്ക്ക് 50 രൂപ. 1 കിലോ കാളവണ്ടി കുറയ്ക്കും. അവിടെ നാണിപ്പൂൻ കൊലയൊക്കെ 60 രൂപ 80 രൂപയാണ് കേട്ടോ ഒരു കൊല. കറിക്ക വന്നിട്ട് 200 രൂപ പോലെ പോകുന്നുണ്ട്. ഇത് 70 രൂപയ്ക്കാണ് പോയത് കേട്ടോ. ഈ ഇരിക്കുന്ന കൊല, ഒരു കൊല 70 രൂപ റേറ്റാണ് ഇപ്പോൾ പോയത്. അടുത്ത ലേലം നടക്കുന്നത്. അടുത്ത 80 രൂപയ്ക്കാണ് അടുത്തത് പോയത്. അടുത്തത് 80 രൂപ ഒരു പീസ്. 1 ரூபாய் மேல 120 கொடுக்கலாமா வேற 30 கொடுக்கலாமா 130 അടുത്ത 130-നാണ് ലേലം പോയത്. 170 അടുത്ത 170-ന് പോയി. ഇതെല്ലാം രസകദളി തന്നെയാണ് എല്ലാം ലേലം പോയത്. 100, 170, 120, 160 ഈ റേറ്റിലാണ് പോയത്. ഏത്തനാണെങ്കിലും അതേ രീതി തന്നെയാണ്. ഈ കൂട്ടി വെച്ചേക്കുന്നതിൽ ഒരു ഏത്തനായിരിക്കും വില പറയുന്നത്. ഇപ്പോൾ 100 രൂപ ഒരു ഏത്തന് വില പറഞ്ഞാൽ ആ ഏത്തൻ, ആ ഫുള്ളായിട്ടുള്ള ഏത്തനും അതിലുള്ളൊരു 10 ഏത്തൻ ഉണ്ടെങ്കിൽ ആ 10 ഏത്തന് 100 രൂപ വെച്ചിട്ട് 1000 രൂപ. അങ്ങനെയാണ് ഇവിടുത്തെ ലേല നിലവാരം പോകുന്നത്. ലേലമാണ് കേട്ടോ, ഏത്തൻ ലേലമാണ് ഈ നടക്കുന്നത്. ഏത്തൻ്റെ ലേലം നോക്കാം. 100 രൂപയാണ് കേട്ടോ ഈ കൊല. 100 രൂപ ലേലം പോകുന്നുണ്ട് ഇപ്പോൾ. നാണിപ്പോ ലേലമാണ്. 80 രൂപ ഒരെണ്ണം 80 രൂപ വെച്ച് പോകുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഓരോ സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ കാണുന്ന പച്ച, നമ്മൾ കറിക്കാക്കി, കേരളത്തിൽ കറിക്കാക്കി പച്ചക്കറി കടകളിൽ വ്യാപകമായി കിട്ടുന്നതാണ്. പക്ഷേ ഇത് തമിഴ്നാട്ടിൽ ഈ കൊല പഴുപ്പിച്ചിട്ട് ഒരു പഴത്തിന് ഇത്ര രൂപ എന്ന നിലയിൽ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ പച്ചക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കറിക്ക എന്ന് പറയും നമ്മളവിടെ. ഇവിടെ താറെന്ന് പറയും, പിന്നെ അതുപോലെ പേമ്പഴം എന്നൊക്കെ ഇവിടെ പറയും.
75. அதான் 450 பேருக்கு 375 மேல இதுவும் கிடையாது. 375 മേലെ 375 രൂപയ്ക്ക് മേലെയാണ് കൊല ചോദിക്കുന്നത് കേട്ടോ. കൈ ഇരിക്കുന്ന കൊലയൊക്കെ 400 രൂപ വില പോയി കഴിഞ്ഞു. ഇതെല്ലാം 400 രൂപ ഓരോ പീസ് ഓരോ കൊലയ്ക്ക് 400 രൂപ റേറ്റാണ്. റോബസ്റ്റ് നമ്മളവിടുത്തെ റോബസ്റ്റ് ഇവിടെ പച്ച ചിങ്ങനെന്നൊക്കെ പറയും. ഇരിക്കുന്നതെല്ലാം 380 400 റേഞ്ച് വരുന്നത്. ഒരു 3-3:30 മണിക്കാണ് ഇവിടെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് വരുന്നവർ ബുധനും ശനിയും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ വരിക. ഈ 2 ദിവസങ്ങളിലൂടെ മാർക്കറ്റ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ദിവസങ്ങളിൽ 3:30 മണി മുതലാണ് ഇവിടെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൊക്കെ തന്നെ വന്ന് അത്യാവശ്യം ലേലത്തിൻ്റെ ഇവിടുത്തെ ഏതൊക്കെ കൊലകളുണ്ട് അതൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് ലേലം വിളിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് 120 രൂപ 100 രൂപ റേറ്റിൽ എടുത്ത കൊലയാണ് ഈ കിടക്കുന്നത്. ആ കാണുന്നതൊക്കെ അടുത്തതായിരിക്കുന്നതെല്ലാം ഇപ്പോൾ ലേലം നടക്കുന്നതെല്ലാം 100 രൂപ. ഒരു ഏത്തക്കൊല 100 രൂപ. എത്ര പീസുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള വില. കാണുന്ന കൊലയൊക്കെ 250 രൂപയാണ് വില പോയത്. 250 രൂപയ്ക്ക് ഒരു കൊല ഏകദേശം ഒരു 10 കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഈ കൊല വെയിറ്റ് വരും. പിന്നെ അതുപോലെ ഇത് 250 രൂപ. അപ്പോൾ ഏകദേശം നാട്ടിൽ വില വെച്ച് നോക്കുമ്പോൾ ഒരു 25 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് 1 കിലോയ്ക്ക് വില കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഏത്തൻ 4 കിലോയ്ക്ക് ഉള്ള കൊലയും പോയിരിക്കുന്നത് 100 രൂപ 110 രൂപ 120 രൂപ ഈ റേഞ്ചാണ്. എല്ലാം വളരെ വിലക്കുറവാണ്. അത്യാവശ്യം കച്ചവടം നടത്തുന്ന ഹോൾസെയിലുകാർക്ക് അല്ലാതെ ചെറിയ ചെറിയ കടകൾ നടത്തുന്നവർക്ക് പച്ചക്കറി എടുക്കുന്ന കൂട്ടത്തിൽ ഇവിടെ വന്ന് എടുത്ത് ഒരുമിച്ച് പോകാം. അല്ലാതെയും ഒക്കെ എടുക്കാം. ഇതൊക്കെയാണ് ഏറ്റവും ലാഭകരമായ ഒരു മാർക്കറ്റ് തന്നെയാണ്. കേരളീയർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ വടശ്ശേരിയിലെ കൊല മാർക്കറ്റ്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.